പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ 4 വർഷമായി ഞാൻ TCSൽ വർക്ക് ചെയ്യുന്നു. പല ഇംഗ്ലീഷ് ലേണേഴ്സും കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയാണിത്. എന്നാൽ ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിച്ചോർത്തിരിക്കാമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ TCSൽ വർക്ക് ചെയ്യുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ 3 വാക്കുകൾ നിങ്ങളുടെ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കണം. ഒന്ന് ഹാവ്, പിന്നെ ബീൻ, ING. ഇത് 3 നിങ്ങളുടെ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ I have been working in TCS for the past 4 years എന്ന് പറയണം. I have been working in TCS for the past 4 years. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. I have been studying English for 2 months. I have been studying English for 2 months. അതായത് 2 monthsന് മുമ്പേ ഞാൻ പഠിച്ചു തുടങ്ങി, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2019 മുതൽ അവൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അതായത് 2019 താമസം ആരംഭിച്ചു, ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. She has been living in Kochi since 2019. She has been living in Kochi since 2019. ഞാൻ ഈ പറഞ്ഞ 3 എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാവ്, ബീൻ, ING കൂടാതെ ഫോർ അല്ലെങ്കിൽ സിൻസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടെൻസിൽ പൊതുവെ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ഫോർ അല്ലെങ്കിൽ സിൻസ്. എന്നാൽ ING യൂസ് ചെയ്യാൻ പറ്റാത്ത ചില വേർബ്സ് ഉണ്ട്, ചില വാക്കുകളുണ്ട്. അതിനെ സ്റ്റേറ്റ് ഓഫ് വേർബ്സ് എന്നാണ് പറയാറ്. അത് ചിലപ്പോൾ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ആക്ഷൻസ് അല്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് അല്ലെങ്കിൽ ലവ്, നോൺ, എറ്റ്സെട്ര തുടങ്ങിയ വാക്കുകൾ. അപ്പോൾ അത്തരം വാക്കുകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എനിക്ക് അവളെ ചെറിയ പ്രായം മുതൽ അറിയാം. അപ്പോൾ ഈ അറിയാം എന്ന് പറഞ്ഞത് നോ എന്ന് പറഞ്ഞ വാക്കാണല്ലോ, അത് സ്റ്റേറ്റ് ഓഫ് വേർബാണ്. സോ ING ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I have known her since my childhood. I have known her since my childhood. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എനിക്ക് അവളെ വർഷങ്ങളായിട്ട് അറിയാം. അഗൈൻ അറിയാം എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്, അപ്പോൾ നമ്മൾ ING ഉപയോഗിക്കില്ല. പകരം I have known her for many years. I have known her for many years. ഇനി നമുക്ക് ലവ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നൊരു സെൻറ്റൻസ് നോക്കിയാലോ. അവൾക്ക് കൊച്ചിലെ മുതലേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഷീ ഈസ് ലവ്ഡ് മ്യൂസിക് സിൻസ് ഹെർ ചൈൽഡ്ഹുഡ്. ഷീ has loved music since her childhood. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നിങ്ങളുടെ സെൻറ്റൻസിൽ മസ്റ്റായിട്ടും ഹാവ്, ബീൻ അല്ലെങ്കിൽ ING ഉണ്ടായിരിക്കണം. എന്നാൽ സ്റ്റേറ്റ് ഓഫ് വേർബ്സ് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം ING ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റേറ്റ് ഓഫ് വേർബ്സ് എന്ന് പറഞ്ഞാൽ തോട്ട്സ്, ഫീലിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എക്സ്പ്രസ് ചെയ്യുന്ന വേർബ്സ് ആണ്, അത് ആക്ഷൻസ് അല്ല. സോ അതായത് ലവ്, ലൈക്ക്, നോ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ ING ഉപയോഗിക്കാൻ പാടില്ല. I hope that helps. Happy learning. For more videos like this, follow Spoken English with Neetus.